ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാമച്ചായനോടും ഗ്രേസമ്മയോടും രേവതിക്കുട്ടി ഇരുന്ന് സംസാരിക്കാം. നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോകും രേവതിക്കുട്ടി, അതൊരു നാറ്റ കേസാകും എന്നൊക്കെ ഇങ്ങനെ മാമച്ചായൻ പറയുവാണ്. അതായത് അമ്മമാരുടെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവരുടെ കാര്യം അന്വേഷിക്കുകയേ വേണ്ട, മറിച്ച് നമുക്ക് നമ്മുടെ അലീന ചേച്ചിയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിക്കാം. എനിക്ക് പോലീസുകാരായിട്ട് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മാമച്ചായൻ നേരം പറയും കേട്ടോ. പിന്നെ ക്ലബിൽ ചില ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ അങ്കളെ അലീന ചേച്ചിക്ക് ആരാ ഉള്ളത് എന്ന് രേവതിക്കുട്ടി ചോദിക്കും കേട്ടോ. പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ ഹോസ്പിറ്റലിൽ ICUലല്ലേ, ചേച്ചിയുടെ കാര്യം അദ്ദേഹത്തെ ഒന്നും അറിയിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന കാര്യമൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുവാണ്. ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം ഒന്നും പറയാൻ പറ്റാത്തത്. കൃഷ്ണയും ഭവതി മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ എന്നും രേവതിക്കുട്ടി പറയുന്നു. അത് കേട്ടപ്പോൾ മാമച്ചായന് ക്ലബിലെ പോലീസുകാരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കിയാലോ എന്നിങ്ങനെ നമ്മുടെ ഗ്രേസമ്മ ചോദിക്കും. അവരൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എറണാകുളത്തെ പോലീസ് പാലായിലെ കേസിലൊന്നും ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. പിന്നിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ആരെങ്കിലും കാണത്തില്ലേ കോട്ടയത്തും പാലായിലൊക്കെ? അന്നേരം എൻ്റെ പൊന്ന് ഗ്രേസമ്മേ, എനിക്ക് പോലീസിലല്ലായിരുന്നു ജോലി, പട്ടാളത്തിലായിരുന്നു എന്ന് മാമച്ചായൻ ഗ്രേസമ്മയോട് പറയാം. അപ്പോൾ ആരും ഇല്ലെങ്കിലും ഞാൻ പോയിക്കൊള്ളാം പാലായിക്ക്, ഒരു ബസ്സേ കയറി പോയാൽ മതിയല്ലോ. രേവതിക്കുട്ടി, നീ പാലായി ചെന്നിട്ട് എന്നാ ചെയ്യാനാന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെന്ന് അലീന ചേച്ചിക്ക് കൂട്ടിയിരിക്കുമെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അതിനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ടോടി നിനക്കം? എനിക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ടെന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞ ഗ്രേസമ്മ ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന രേവതിക്കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പം ഗ്രേസമ്മേ, അതെ നിൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോനെ കുറവിലങ്ങാട് താമസിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആ ഉണ്ട്. അല്ല അവനെ കുര്യച്ചൻ എന്നാണ് അവൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ മകൻ ഒരു പോലീസുകാരൻ്റെ മകളെ അടിച്ചുകൊണ്ട് പോയ കഥ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുര്യച്ചൻ്റെ മകൻ ജോബിച്ചനാ. നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചാലോ? അപ്പോൾ ഇങ്ങനെ നോക്കുവാണ് ഗ്രേസമ്മ. ആ പെണ്ണിൻ്റെ അപ്പൻ പാലായിലല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ആ പേരും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നാലേ അവർ നമ്മളെ കൂടി പിടിച്ച് അകത്തോട്ടിടുമെന്ന് ഗ്രേസമ്മ. ഇപ്പോൾ പാലായിലെ DYSP ആ പെണ്ണിൻ്റെ അച്ഛൻ. പാലായിൽ എവിടെയാടി DYSP? DYSP ആയിരിക്കും. എൻ്റെ പൊന്നു മാമച്ച, അങ്ങേരുടെ മകളെ ജോബിച്ചൻ പ്രേമിച്ച് തട്ടിക്കൊണ്ട് പോയി രജിസ്റ്റർ മാരേജ് കഴിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ പൊന്നോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതിൻ്റെ പേരിൽ എന്തെല്ലാം വഴക്കുണ്ടായ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എടി, അതൊക്കെ 3-4 വർഷം മുമ്പത്തെ കാര്യമല്ലേ, അതൊക്കെ അവർ മറന്നു കാണും. നീ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയുമ്പോൾ രേവതിക്കുട്ടിയും പറഞ്ഞു, ആൻറ്റി ഒന്ന് ശ്രമിച്ച് നോക്കാൻ. അന്നേരം എനിക്ക് അവരുടെ നമ്പർ അറിയാമല്ലടി, കുര്യച്ചായനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ നീ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി ഓടിപ്പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മ വിളിക്കാം. ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്, സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അങ്ങനെ വിളിച്ചു. ഹലോ, ഞാൻ കുര്യച്ചായൻ, ഞാൻ പാലാരിവട്ടത്തുനിന്ന് ഗ്രേസമ്മയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുവാണല്ലോ, കോട്ടയത്തുനിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചാൽ ഓക്കെ. ശരി, ഓക്കെ പറഞ്ഞു ഫോൺ. അപ്പോൾ എന്താ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു രേവതിക്കുട്ടി. അപ്പോൾ അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, കോട്ടയത്തുനിന്ന് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എങ്ങോട്ട്? കുറവിലങ്ങാടിന്. നീ എന്നതാടി പറയുന്നേ? അത് എവിടെയാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഗ്രേസമ്മ ചോദിച്ചു. എവിടെയാ എന്ന് ചോദിച്ചപ്പം ഇവിടുന്ന് ഒരു 10-55 കിലോമീറ്റർ ഉണ്ട്. അല്ല മാമച്ചായ എന്ന് ഗ്രേസമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആൻറ്റി പ്ലീസ് ആൻറ്റി, നമ്മൾ നേരിട്ട് ചെന്ന് പറയുന്നത് പോലെ ആവത്തില്ല ഫോണിൽ വിളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നിർബന്ധിക്കാം. ഇങ്ങനത്തെ കേസല്ലേ, നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് അപേക്ഷിക്കുമ്പം അവർക്കൊരു അലിവെങ്കിലും തോന്നത്തില്ലേ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഇവരോട്. ഫോണിൽ വിളിക്കുമ്പം അത് നടക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വഴിയെ അടഞ്ഞു പോകത്തില്ലേന്നും രേവതിക്കുട്ടി ഇവരോട് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണോ? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നോക്കാം. അവൾ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറയാം. പിന്നെ ഈ കേസായതുകൊണ്ടേ ആരും ഇടപെടാനൊന്നും മടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. എന്താ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ ഇവരെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഒരു രൂപവും ഇല്ല. രേവതിക്കുട്ടി ഒഴിവാക്കാനും പറ്റത്തില്ല. ഇവർ മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു, അതും CIയുടെ മുന്നിലേക്ക്. അപ്പോൾ അലീന ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് വളരെ മോശമായ രീതികളിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങോട്ടേക്ക് നീങ്ങി നിന്നു. അലീന നീങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരനാണെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാം. അപ്പോൾ അലീന ഇങ്ങനെ നോക്കൂ കേട്ടോ.
അതിൻ്റെ സത്യാവസ്ഥകൾ ചോദിച്ചറിയാനും നിന്നെ കൂടി സാക്ഷിയായിട്ട് കേസിൽ ചേർക്കാനുമാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കാം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അലീന ഇങ്ങനെ തലയാട്ടി. അപ്പോൾ വനിതാ പോലീസുകാർ തൊട്ടപ്പുറം നിൽപ്പുണ്ട്. ജീപ്പിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ നീ അത് നിഷേധിക്കുകയാണ് ചെയ്തതെന്നും എന്നാലും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഈ കേസിൽ 1-ാം പ്രതിയായ ഹരിശങ്കറും പിന്നെ 2-ാം പ്രതി രോഹിത്തും നിന്നെ വെച്ച് മൊബൈൽ ക്യാമറയിൽ അശ്ലീല വീഡിയോ പിടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ എന്ന് അലീന പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടുക. അപ്പോൾ അവർ 2 പേരിൽ നിന്നും എനിക്ക് യാതൊരു ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ലേ എന്ന് ഇയാൾ ചോദിച്ചു. അപ്പം അവരെന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ കർശനമായി താക്കീത് കൊടുത്ത് അവരെ നിലയ്ക്ക് നിർത്തിയിട്ടുമുണ്ട് എന്ന് അലീന പറഞ്ഞു. അന്നേരം ഈ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ അത് മോശമായ വാക്കുകളും അതുപോലെ പ്രവൃത്തികളും എന്ന് അലീന ഇങ്ങനെ ആ സാറിനോട് പറഞ്ഞപ്പോൾ ആ സാറ് ഇങ്ങനെ നിൽക്കുക. ഈ മോശമായ പ്രവൃത്തി എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ശരീരത്തിലായിരിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ ഇയാൾ കുത്തി ചോദിക്കാം. അവന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് അലീന പറയാം കേട്ടോ. അപ്പം മോശമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ഇയാൾ ചോദിക്കുക. അന്നേരം അലീന തൊട്ടി ഉരുമുക, അപ്പോൾ കയ്യിൽ കയറി പിടിക്കുക, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പം അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ, പിന്നെ വേറൊന്നും നിന്നെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഇയാളിങ്ങനെ 2 ഘട്ട രീതിയിൽ അലീനയോട് ചോദിക്കുവാണ്. അപ്പോൾ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പം അയ്യോ അത് എന്നും പറഞ്ഞ അലീന ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം രോഹിത്തിൻ്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു എന്ന് അലീന സാറിനോട് പറയുക. അത്രയോ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇയാളാണെങ്കിൽ അടുത്ത ആളോട് അങ്ങോട്ട് വരാൻ പറയുന്ന രീതിയിലിരിക്കാം. സ്വന്തം കാമുകിയെ കൂട്ടുകാർക്ക് പങ്കുവച്ചവന്മാർ നിന്നെ തൊട്ട് തലോടി വിട്ടു എന്ന് ഞങ്ങൾ പോലീസുകാരങ്ങ് വിശ്വസിക്കണം അല്ലേടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ അലീനയോട് ചോദിക്കുവാണ്. ഞങ്ങൾ ഈ കാക്കിയിട്ടുകൊണ്ടേ ഇവിടെ ഇരിക്കുന്നവന്മാരെന്താ പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് സങ്കടം വരുക. അപ്പോഴേക്കും അടുത്ത ആളങ്ങോട്ടേക്ക് വന്നു. സാർ ഹരിശങ്കറിനെ രോഹിത്തിനെയും ലോക്കപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയ്ക്ക് പേടിയായി. അലീനയ്ക്ക് ടെൻഷൻ കാരണം നിൽക്കാൻ മേല. അപ്പം നിന്നോട് നീങ്ങിക്കാനാണ് പറഞ്ഞു. നീങ്ങിക്കിടി എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ നീക്കി നിർത്തി. അപ്പോഴേക്കും അവന്മാരെ 2 പേരെയും SI ഇങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾ കൊണ്ടുവരും. വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ 2 അവന്മാരെയും പിടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് സെല്ലും പൂട്ടി. അപ്പോഴേക്കും ഇവരവിടുന്ന് പോകാനായിട്ട് ഇറങ്ങി വരിക. അതായത് നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും പെട്ടെന്ന് റെഡിയായി. രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര തിടുക്കം, അവരൊരുങ്ങി കഴിയാത്തത് കൊണ്ട് ഭയങ്കര ഇതാണ്. അങ്ങനത്തെ നീ എത്ര പെട്ടെന്ന് ഒരുങ്ങി, നീ എന്തിനിങ്ങനെ വെപ്രാളം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാമച്ചായൻ ഇറങ്ങി വന്ന് ചോദിക്കുമ്പോൾ ആനയോ ഇറക്കി വിട്ടു, ഇനി പാപ്പാൻ ഒരുങ്ങിയില്ലേ, ആരാടി ആന എന്നും ചോദിച്ചോണ്ടിങ്ങനെ. അപ്പം ഞാനാണേ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാടി ആനാന്നും ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടിയുടെ ചെവി പിച്ചിയെടുത്തു. അന്നേരം ഞാനാണേന്നും പറഞ്ഞ് കരയുന്ന. വേഗം പോകാം, അലീന ചേച്ചി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെന്നൊക്കെ പറയുവാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ പോകാൻ ഇറങ്ങുമ്പോൾ ഈ ആൻറ്റിയുടെ ഒരു ഒരുക്കം പോടി എന്നും പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടിയോട് ഇവർ പോവാം. അങ്ങനെ അവർ 3 പേരും കൂടെ കാറിൽ കയറി അങ്ങ് പോകണോട്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ഫോണും കൈ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് നടക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വേഗം ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ കൃഷ്ണ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഹലോ കൃഷ്ണമോളല്ലേ? അതെ അലീന ചേച്ചി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലല്ലോ അല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിച്ചപ്പോൾ ഇല്ലെന്നേ, ഇതുവരെ വന്നില്ല. അത് കേട്ടപ്പോഴത്തേക്ക് അലീന ചേച്ചി എന്നാ ചെയ്തിട്ടാ എന്നൊക്കെ ചോദിച്ചു കൊച്ച്. അപ്പം ഞങ്ങൾ അതേപ്പറ്റി അന്വേഷിക്കാൻ പോവുകയാണെന്നും പാലായിലെ പോലീസുമായിട്ട് അടുത്തറിയാവുന്ന ഒരാളെ കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, ആരാ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. രേവതി ചേച്ചി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാനും അങ്കിളും ആൻറ്റിയും കൂടിയാണ് പോകുന്നത്, ആൻറ്റിയുടെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുറവിലങ്ങാടാണ് ഉള്ളത്, അത് ഒരുപാട് ദൂരമാണോ എന്നൊക്കെ കൃഷ്ണമോള് ചോദിക്കുമ്പം 1 മണിക്കൂറിനകത്ത് എത്തും അല്ലേ അങ്കിളെ എന്ന് രേവതിക്കുട്ടി ചോദിച്ചപ്പോൾ കൂടിപ്പോയാൽ 1.25 മണിക്കൂർ എൻ്റെ മാമച്ചാൻ അന്നേരം പറഞ്ഞു. കൂടി വന്നാൽ ഒരു 1.25 മണിക്കൂർ എന്നാ അങ്കിള് പറയുന്നത് കേട്ടോ മോളെ. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുക ചേച്ചി, ഒരു സമാധാനത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിനെന്നാ വിളിക്കാമല്ലോ, മോള് പേടിക്കൊന്നും വേണ്ട, അലീന ചേച്ചിക്ക് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ അവസ്ഥയെപ്പറ്റി രേവതിക്കുട്ടി ഇവിടെ മാമച്ചായനോടും ഗ്രേസമ്മയോടും പറയാം. എന്നിട്ട് അവരങ്ങ് പോകുക കേട്ടോ. അങ്ങനെ അവർ കുറവലങ്ങാട്
ആ സ്ഥലത്തേക്ക് പോണു. ഇവിടെ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അലീനയുടെ അടുത്തേക്ക് അനിയനെയും മറ്റവനെയും കൊണ്ടുവന്നു. അവന്മാരും വന്നപ്പോൾ ഇങ്ങോട്ട് മാറി ഇക്കടാ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ ഇവന്മാരോട് ദേഷ്യപ്പെട്ടു. ഹരിക്ക് ഒരു ഇതില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ രോഹിത് അലീനയെ നോക്കുക. അലീനയ്ക്കാണെങ്കിൽ അവൻ്റെ മുഖം കാണാനുള്ള ആ ഒരു ത്രാണി ഇല്ലാത്തത് കൊണ്ട് അലീന അങ്ങോട്ട് നോക്കിയിട്ടുമില്ല. അലീന ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. നേരത്തേക്ക് ഈ പോലീസുകാർ എഴുന്നേറ്റ് ചെന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണമെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന അലീന എന്ന വീട്ടുവേലക്കാരിയെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അവന്മാരോട്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ആകെ ഇത് ഇവന്മാരിങ്ങനെ അപ്പോൾ എന്താണെന്ന് നിനക്കൊക്കെ പറയാനൊരു മടി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഉണ്ട് സാർ എന്ന് ഈ ഹരി ചാടിക്കയറി അങ്ങ് പറഞ്ഞു. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമവും വെപ്രാളും. അപ്പോൾ എത്ര പ്രാവശ്യമാടാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യമാണ് എന്ന് ഹരി പറയുന്നു. എല്ലാത്തിനും ഉത്തരവും പറയുന്ന ഇവനാ. അപ്പോൾ അവളെ എന്തൊക്കെ ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന നിന്ന് കരയുക. അങ്ങനെ ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരി പറയാൻ തുടങ്ങിയപ്പോൾ നീ പറയണ്ട, നീ പറയാൻ പറഞ്ഞു രോഹിത്തിനോട്. അപ്പോൾ റൂമിൽ വിളിച്ചു വരുത്തി. പിന്നെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ചു എന്നുള്ള കാര്യം രോഹിത്ത് പറയുന്നു. അലീന നിന്ന് ചങ്ക് പൊട്ടി കരയും കേട്ടോ. അത് കഴിഞ്ഞ് അത് കയറി പിടിച്ചു എന്ന് ഈ രോഹിത്ത് പറയുവാണ്. അപ്പോൾ പോലീസുകാരനിരുന്ന് ഇങ്ങനെ തലയാട്ടുക. എവിടെയൊക്കെ പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാട്ടെ ഈ പോലീസുകാരൻ വളരെ മോശമായ രീതിയിൽ. അപ്പോഴേക്കും ഭയങ്കര വിഷമായി. കൈക്ക് കയറി പിടിച്ചു എന്ന് രോഹിത്ത്. പിന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴും അലീന നിന്ന് ഭയങ്കര കരച്ചില്ല. പക്ഷേ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മതി ബാക്കി എനിക്ക് കേൾക്കണ്ട എന്നീ പോലീസുകാരൻ പറയുക. അപ്പോൾ അലീന ഇങ്ങനെ ഉരുക്കി തീർന്നിങ്ങനെ അവിടെ നിൽക്കുക. ഈ പോലീസുകാരൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തുറിച്ച് നോക്കുക. കേട്ടല്ലോ, ഇവർ പറഞ്ഞത് സത്യമാണോ എന്ന് അലീനയോട് പോലീസുകാരൻ ചോദിക്കുന്നു. അലീന നേരത്തേക്കും മുഴുവനും പറഞ്ഞില്ലല്ലോ സാർ എന്ന് അലീന പറയാം. അപ്പോൾ പറഞ്ഞ അത്രയും സംഭവം നടന്നതാണോ എന്ന് എസ് ഐ അലീനയോട് ചോദിക്കും കേട്ടോ. അന്നേരം അലീനയാണെങ്കിലും കരഞ്ഞ് നിലവിളിക്കാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പം അതെ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് നീ എന്തൊക്കെയാടി പറഞ്ഞത്? മുട്ടി ഒരുമി കൈക്ക് പിടിച്ചപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചു എന്നൊക്കെയല്ലേടി എന്ന് ഇവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ പോലീസുകാരൻ ചോദിക്കാം. ബലാത്സംഗ വീരന്മാരെ വെള്ളപൂശാൻ നോക്കുകയാണോടി നീ? ആണോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയോട് ഇയാൾ ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്നു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമം. ഇവിടെ ഇരിക്കുന്നത് വെറും ഊളകളാണെന്നാണോടി നിൻ്റെ വിചാരമെന്നൊക്കെ അലീനയോട് ചോദിക്കുക ഈ എസ് ഐ. എന്നിട്ട് അലീനയെ തന്നെ തുറിച്ച് നോക്കുവാണ്. അപ്പോഴേക്കും അടുത്ത ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. സർ, CI അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു. സാറിനെ തിരക്കിയെന്നും പറഞ്ഞു. ആ ശരി, യുവമാരെ കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അവന്മാരെ രണ്ടുപേരെയും കൊണ്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീനയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അലീനയെ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ് രോഹിത്ത്. അലീന പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയതിൽ ഇപ്പോൾ ശരിക്കും കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ രോഹിത്തിന് തോന്നുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ അനിയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം വിഷമിച്ച് നിറകണ്ണുകളോടെ അനിയനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ തോക്കാതെ ഭയങ്കര ധൈര്യത്തോടു കൂടി നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ.